കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ കടയിലെ തൂണിൽ നിന്ന് യുവാവ് വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. മരിച്ച റിജാസിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ചു. ബൈക്ക് കേടായതിനെ തുടർന്ന് കുറ്റിക്കാട്ടൂരിലെ കടയുടെ വരാന്തയിലേക്ക് വണ്ടി ഒതുക്കി വെക്കുമ്പോഴാണ് 19-കാരനായ റിജാസ് കടയുടെ ഇരുമ്പ് തൂണിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. കടയിലേക്കുള്ള വൈദ്യുതി ലൈനിൽ തകരാറുണ്ടെന്ന് കാണിച്ച് കടയുടമ മുൻപ് KSEBയിൽ പരാതി നൽകിയിരുന്നു. KSEB പരാതി രജിസ്റ്റർ ചെയ്തുവെങ്കിലും തകരാറുള്ള വൈദ്യുതി ലൈൻ വിച്ഛേദിച്ചിരുന്നില്ല. സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം നേരത്തെ രംഗത്തു വന്നിരുന്നു. ദിവസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല നിലപാടില്ലാതായതോടെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. ഇത് സാധാരണ മരണമല്ല, ഇത് നരഹത്യയാണ്. അതുകൊണ്ട് തന്നെ നരഹത്യയുടെ പേരിൽ കേസെടുക്കണം. ഇത് നരഹത്യയുടെ പേരിൽ കേസെടുക്കണമെങ്കിൽ ഇന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അന്വേഷണം കാര്യക്ഷമമാവണമെങ്കിൽ കോവൂർ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്വപ്പെട്ട ജീവനക്കാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ആ കുടുംബത്തിന് സർക്കാർ ആശ്രിതർക്ക് തൊഴിൽ നൽകുവാൻ തയ്യാറാകണം. ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക്, കാരണം ആ കുടുംബത്തിന് താങ്ങാവേണ്ട ഒരു ചെറുപ്പക്കാരനാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം ആ തുക തീർത്തും അപര്യാപ്തമാണ്. 1 കോടി രൂപ നഷ്ടപരിഹാരം ആ കുടുംബത്തിന് നൽകണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. റിജാസിന്റെ മരണത്തിൽ നരഹത്യക്ക് കേസ് രജിസ്റ്റർ ചെയ്യുക, തുടരന്വേഷണം കാര്യക്ഷമമാക്കുക, കോവൂർ KSEB ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക, ആശ്രിതർക്ക് ജോലി, 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയവയാണ് കുടുംബത്തിന്റെ ആവശ്യം. എത്രയും പെട്ടെന്ന് ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.